ബാബ ഇന്ന് സത്യയുഗീ സ്വരാജ്യം ഭാരതത്തിൽ സ്ഥാപിതമാകുന്നത് ഏത് ബലത്തിലൂടെയാണ് എന്നത് കേൾപ്പിക്കുന്നു. രത്നാകരനായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 7-8-26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വരെയും എന്തെല്ലാം പഠിച്ചുവോ അത് മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ. ചോദ്യം: ഭാരതത്തിൽ സത്യയുഗി സ്വരാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഏതൊരു ബലം ആവശ്യമാണ്? ഉത്തരം: പവിത്രതയുടെ ബലം. നിങ്ങൾ സർവശക്തിവാനായ ബാബയുമായി യോഗം ചേർത്ത് പവിത്രമാകുന്നു. ഈ പവിത്രത തന്നെയാണ് ബലം. അതിലൂടെ സത്യയുഗി സ്വരാജ്യത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു. ഇതിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമില്ല. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ബലം തന്നെയാണ് പാവന ലോകത്തിൻ്റെ അധികാരിയാക്കുന്നത്. ഈ ബലത്തിലൂടെ ഏകമതം സ്ഥാപിതമാകുന്നു. ഗീതം ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. ഈ ഗീതം നമ്മളാൽ ഉണ്ടാക്കപ്പെട്ടതല്ല. എങ്ങനെയാണോ വേദശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കിച്ചു തരുന്നത്, അതേപോലെ ഈ ഉണ്ടാക്കപ്പെട്ട ഗീതങ്ങളുടെയും സാരം മനസ്സിലാക്കിക്കുന്നു. കുട്ടികൾക്കറിയാം, തോണിക്കാരൻ അഥവാ പൂന്തോട്ടക്കാരൻ അഥവാ സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ഭക്തി ചെയ്യുന്നു ജീവൻ മുക്തിക്ക് വേണ്ടി. എന്നാൽ ജീവൻ മുക്തിയുടെ അഥവാ സദ്ഗതിയുടെ ദാതാവ് ഒരു ഭഗവാനാണ്. അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. സദ്ഗതി എന്നാൽ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയുടെ പ്രാപ്തി ചെയ്യിക്കുന്നു. ഭാരതവാസികളായ കുട്ടികൾക്കറിയാം, ഇവിടെ പവിത്രത, സുഖം, ശാന്തി എന്നിവ ഉണ്ടായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നപ്പോൾ. രാധാകൃഷ്ണന്റെ രാജ്യം എന്ന് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ മാതാക്കൾക്ക് തുല്യം രാധയാണ്. ആ ഒന്നിനെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. എങ്കിലും കൃഷ്ണനെയാണ് വളരെയധികം സ്നേഹിക്കുന്നത്. ഊഞ്ഞാലിലാട്ടുന്നു. കൃഷ്ണന്റെ ജന്മാഷ്ടമിയും ആഘോഷിക്കുന്നു. രാധയുടെ ജയന്തി ആഘോഷിക്കുന്നില്ല. വാസ്തവത്തിൽ ആഘോഷിക്കേണ്ടത് രണ്ടുപേരുടേതുമാണ്. യാതൊരു വിവേകവുമില്ല. അവരുടെ ജീവിത കഥ ആരും അറിയുന്നില്ല. ബാബ വന്ന് തൻ്റെയും സർവരുടെയും ജീവിത കഥ കേൾപ്പിക്കുന്നു. മനുഷ്യർ ശിവ പരമാത്മായ നമ എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ആ ഒന്നിൻ്റെ ജീവിത കഥയെ അറിയുന്നില്ല. മനുഷ്യൻ്റെ ജീവിത കഥയെ ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്നു. ലോകത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പാടപ്പെടുന്നുണ്ടല്ലോ. എത്ര വ്യാപ്തിയിൽ രാജ്യം ഭരിച്ചിരുന്നു, എത്ര പ്രദേശത്ത് രാജ്യം ഭരിച്ചിരുന്നു, എങ്ങനെ രാജ്യം ഭരിച്ചു, പിന്നെ അവർ എവിടെ പോയി, ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. തീർച്ചയായും ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്, സത്യയുഗത്തിൻ്റെ ആദിയാണ്. സംഗമത്തിൽ തന്നെയാണ് പരംപിത പരമാത്മാവ് വന്ന് മനുഷ്യരെ പതീതത്തിൽ നിന്നും പാവന ദേവതയാക്കി മാറ്റുന്നത്. ഉത്തമ പുരുഷൻ അഥവാ പുരുഷോത്തമനാക്കുന്നു. കാരണം ഈ സമയത്തെ മനുഷ്യർ ഉത്തമരല്ല, കനിഷ്ഠരാണ്. ഉത്തമം, മധ്യമം, കനിഷ്ഠം, സതോ, രജോ, തമോ ഉണ്ട്. ആരാണോ നല്ല രീതിയിൽ ജ്ഞാനം കേൾക്കുന്നത് അവരെ സതോ ഗുണി എന്ന് പറയും. ആരാണോ അല്പം കേൾക്കുന്നത് അവരെ രജോ ഗുണി എന്ന് പറയും. ആര് കേൾക്കുന്നതേ ഇല്ല അവരെ തമോ ഗുണി എന്ന് പറയും. പഠനത്തിലും ഇങ്ങനെയുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് സതോ പ്രധാന പഠനം വേണം. അതിനാൽ സതോ പ്രധാന ലക്ഷ്മി നാരായണൻ ആകുന്നതിനുള്ള ജ്ഞാനം നിങ്ങൾക്ക് നൽകപ്പെടുന്നു. നരനിൽ നിന്നും നാരായണൻ, നാരിയിൽ നിന്നും ലക്ഷ്മി ആകേണ്ടതുണ്ട്. ഗീതയെക്കുറിച്ചും നിങ്ങൾ പറയുന്നു, ഇതാണ് സത്യമായ ഗീത. നിങ്ങൾക്ക് എഴുതുവാനും സാധിക്കും,
ഇതാണ് സത്യമായ ഗീതാ പാഠശാല. അതായത് സത്യനാരായണൻ ആകുന്നതിൻ്റെ കഥ അഥവാ സത്യമായ അമരകഥ, സത്യമായ മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥ. ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ അടുക്കലുണ്ട്. ഇതിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മൾ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ഭാരതത്തെ സതോപ്രധാനമായ സ്വർഗമാക്കിയിട്ടേ വിടുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, ഗാന്ധിജിയും പാവന രാജ്യം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ പതീത രാജ്യമാണ്. നമ്മൾ സ്വയം പതീതമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാവണൻ എന്നത് 5 വികാരങ്ങളാണ്. രാമരാജ്യം വേണം എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ആസുരീയ സമ്പ്രദായമായല്ലോ. പക്ഷേ ഇതാരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. എത്ര വലിയ വലിയ ഗുരുക്കന്മാർ പോലും ഇത്രയും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ശ്രീമത്തനുസരിച്ച് ബ്രഹ്മാവിലൂടെ 5000 വർഷം മുമ്പെന്ന പോലെ ദൈവിക രാജ്യം സ്ഥാപിക്കും. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിൽ കനിഷ്ഠ പുരുഷനിൽ നിന്നും സതോപ്രധാന പുരുഷോത്തമനാകുന്നു. മര്യാദ പുരുഷോത്തമം ആദി സനാതന ദേവീ ദേവതാ ധർമ്മം തന്നെയാണ്. ഇപ്പോൾ ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. പിന്നെ രണ്ടാമതൊരു ധർമ്മമേ ഉണ്ടായിരിക്കില്ല. കുട്ടികളായി നിങ്ങൾ സിദ്ധമാക്കി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മവും ഒരേ ഒരു രാജ്യവുമായിരുന്നു. ത്രേതായിൽ സൂര്യവംശയിൽ നിന്നും മാറി ചന്ദ്രവംശത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരേ ഒരു ഭാഷയാണ് ഉണ്ടായിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഭാരതത്തിൽ അനേകം ഭാഷകളുണ്ട്. കുട്ടികൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഒരേ ഒരു ഭാഷയാണ് ഉണ്ടായിരുന്നത്. ഇക്കാലത്താണെങ്കിൽ വളരെയധികം കണ്ടുകൊണ്ടിരിക്കും. യാത്രയിൽ നിന്നും ദേശത്തിൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞുവെന്ന്. ഇപ്പോൾ പോയി കണ്ടുമുട്ടും. നിങ്ങൾക്കും തൻ്റെ രാജധാനിയുടെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകും. ഇത് കാണും. ബാബ നമ്മളോട് പുരുഷാർത്ഥം ചെയ്യൂ എന്ന് എത്ര പറയുന്നു. ഇല്ലെങ്കിൽ നിലവിളിക്കേണ്ടി വരും, പദവിയും കുറഞ്ഞു പോകും. യോഗത്തിൻ്റെ യാത്ര എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും വളരെ സഹജമാണ്. ഏണിപ്പടി എത്ര സഹജമാണ്. ആരാണോ വൈകി വരുന്നത് അവർക്ക് ദിനം പ്രതിദിനം സഹജമായി ജ്ഞാനം ലഭിക്കുന്നു. ഒരാഴ്ച മനസ്സിലാക്കുന്നതിലൂടെ തന്നെ സഹജമായി മനസ്സിലാക്കും. ചിത്രങ്ങൾ ഇങ്ങനെയുള്ളത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആക്യുറേറ്റായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. 84 ജന്മങ്ങളുടെ ചക്രം തീർത്തും ശരിയാണ്. ഇത് ഭാരതവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങൾക്കറിയാം, പതീത പാവനും സദ്ഗതിദാതാവുമായ ശിവബാബയുടെ മതമനുസരിച്ച് നമ്മൾ വീണ്ടും സഹജ രാജയോഗ ബലത്തിലൂടെ തൻ്റെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഭാരതത്തെ സ്വർഗമാക്കുന്നു. മറ്റാരുടേതുമല്ല നമ്മൾ വിനിയോഗിക്കുന്നത്. തൻ്റെ തന്നെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് സേവ ചെയ്യുന്നു. എത്രത്തോളം ആര് ചെയ്യുമോ അവർ തൻ്റെ ഭാവിയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. നിങ്ങൾ തന്നെയാണ് വീടിൻ്റെ ദീപ്തി. നിങ്ങളിലൂടെ തന്നെയാണ് ബാബ സത്യയുഗി സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ചിലവൊന്നുമില്ല. നിങ്ങൾക്ക് കേവലം ശിവബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. കന്യകമാർക്ക് എന്ത് ചിലവാണ് ചെയ്യേണ്ടത്? അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ബാബ കുട്ടികളിൽ നിന്നും എന്ത് ഫീസ് വാങ്ങുവാനാണ്? ഒന്നുമില്ല. സ്കൂളുകളിലാണെങ്കിൽ ആദ്യം ഫീസിൻ്റെ കാര്യം സംസാരിക്കുന്നു. അവിടെ പഠനത്തിൽ എത്ര ചിലവുണ്ടാകുന്നു? ഇവിടെയാണെങ്കിൽ ശിവബാബ കുട്ടികളിൽ നിന്നും എങ്ങനെ പൈസ സ്വീകരിക്കും? പൈസ വാങ്ങുവാനായിട്ട് ശിവബാബയ്ക്ക് തൻ്റെ വീട് നിർമ്മിക്കേണ്ടതില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഭാവിയിൽ സ്വർഗത്ത് പോയി വജ്ര വൈഢൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടാക്കണം. അതിനാൽ നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുന്നു അതിൻ്റെ റിട്ടേണായി ഭാവിയിൽ നിങ്ങൾക്ക് കൊട്ടാരം ലഭിക്കുന്നു.
ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആര് എത്ര ശരീരം, മനസ്സ്, ധനം കൊണ്ട് സേവനം ചെയ്യുമോ അവർ ഇങ്ങനെ അവിടെ നേടും. കോളേജ് അഥവാ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു. 10 ലക്ഷമോ 20 ലക്ഷമോ വിനിയോഗിക്കേണ്ടി വരുന്നു. ഇവിടെയാണെങ്കിൽ ഇത്രയും ചിലവ് വരുന്നില്ല. ചെറിയൊരു കെട്ടിടത്തിൽ ആത്മീയ കോളേജും ഹോസ്പിറ്റലും ഉണ്ടാക്കുന്നു. പാണ്ഡവരുടെയും മറ്റും പതി ആരായിരുന്നു? അവരാണെങ്കിൽ കൃഷ്ണന്റെ പേര് വച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ നിരാകാരനായ ഭഗവാനാണ്. നിങ്ങൾക്ക് ശ്രീമത്ത് നൽകുന്നവൻ ഭഗവാനാണ്. ബാക്കി എല്ലാവരും രാവണന്റെ മതത്തിലൂടെയാണ്, രാവണ രാജ്യത്തിലാണ്. രാവണന്റെ മതമനുസരിച്ച് എത്ര ഡേർട്ടി ആയിരിക്കുന്നു. ഇപ്പോൾ ഈ സൃഷ്ടി പഴയതാണ്, ഇത് തന്നെ പുതിയതാകുന്നു. സൃഷ്ടിയിൽ ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. പുതിയ ഭാരതമെന്നും പഴയ ഭാരതമെന്നും പറയും. പുതിയ ഭാരതമാണെങ്കിൽ സ്വർഗമായിരുന്നു. പിന്നെ ഭാരതം പഴയതാകുമ്പോൾ നരകമാണ്. ഇതിനെ പറയുന്നത് രൗരവ നരകമെന്നാണ്. മനുഷ്യരുടെ തന്നെ കാര്യമാണ്. ഇവിടെ സുഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. ഇത് സുഖമൊന്നുമല്ല. സന്യാസിമാരും പറയുന്നു ഈ സമയത്ത് സുഖം കാക്ക കാഷ്ടത്തിന് സമാനമാണ്. അതിനാൽ അവർ ഗൃഹസ്ഥ വ്യവഹാരത്തെ ഉപേക്ഷിക്കുന്നു. അവർക്ക് സ്വർഗത്തിന്റെ അഥവാ സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്യാൻ സാധിക്കില്ല. കൃഷ്ണപുരിയാണെങ്കിൽ പരമാത്മാവ് തന്നെയാണ് സ്ഥാപിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ആത്മാവും ശരീരവും രണ്ടും സദോ പ്രധാനമായിരുന്നു. അതിനാൽ കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്നു. കാരണം പവിത്രമാണല്ലോ. ചെറിയ കുട്ടി ബ്രഹ്മജ്ഞാനിക്ക് സമാനമാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ചെറിയ കുട്ടികൾക്ക് വികാരങ്ങളുടെ അറിവുണ്ടായിരിക്കുന്നില്ല. സന്യാസിമാർക്ക് പിന്നെയും അറിവുണ്ട്. കുട്ടികളാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മഹാത്മാവാണ്. കുട്ടികളെ പവിത്ര പുഷ്പം എന്ന് പറയുന്നു. നമ്പർ 1 പുഷ്പമാണ് ശ്രീകൃഷ്ണൻ. സ്വർഗത്തിലെ പുതിയ ലോകത്തിലെ ആദ്യത്തെ പ്രിൻസ്. ജന്മമെടുത്തപ്പോൾ ഫസ്റ്റ് പ്രിൻസ് എന്ന് പറയും. കൃഷ്ണനെ പോലെയുള്ള കുട്ടിയെ ലഭിച്ചെങ്കിൽ എന്ന് കൃഷ്ണനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്താകണമോ അതാകൂ. കേവലം ഒരു കൃഷ്ണനല്ല ആകുന്നത്. പ്രിൻസ് ഓഫ് വെയിൽസ് എത്ര പേരാകുന്നു? 2nd, 3rd ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയും ഡിനസ്റ്റി ഉണ്ട്. ബാബയ്ക്ക് ശേഷം പിന്നെ മറ്റുള്ളവർ സിംഹാസനത്തിൽ ഇരിക്കും. വംശം ഉള്ളതുപോലെ ഇത് വംശമാണ്. നിങ്ങളുടെ കണക്ഷൻ തന്നെ ക്രിസ്ത്യൻസുമായാണ്. കൃഷ്ണനും ക്രിസ്ത്യനും രണ്ടുപേരുടേതും ഒരേ രാശിയാണ്. കൊടുക്കൽ വാങ്ങലുകളും പരസ്പരം വളരെയധികം നടക്കുന്നു. ഭാരതത്തിൽ നിന്നും അവർ എത്ര ധനം കൊണ്ടുപോയി, ഇപ്പോൾ പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു. റിട്ടേൺ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ യൂറോപ്പ് വാസികൾ പരസ്പരം അടികൂടി ഇല്ലാതാകും. ഇതിനെക്കുറിച്ച് കഥയുമുണ്ട്. 2 പൂച്ചകൾ അടികൂടി, ഇടയിലുള്ള കുരങ്ങൻ വെണ്ണ കഴിച്ചു എന്ന്. ഈ കാര്യം ഇപ്പോഴത്തേതാണ്. അവർ പരസ്പരം അടികൂടും. രാജ്യഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അളവറ്റ ജ്ഞാനമുണ്ട്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ എല്ലാവരും കുമാരിമാരാണ്. നമ്മൾ ഗുജറാത്തിയാണ്, നമ്മൾ ബംഗാളിയാണ് എന്നല്ല. ഇതേ ഇല്ല. ഈ മതഭേദവും മാറേണ്ടതാണ്. നമ്മൾ ഒരു ബാബയുടെ സന്താനമാണ്. ബ്രഹ്മാവിലൂടെ ശിവബാബയുടെ ശ്രീമത്തനുസരിച്ച് വീണ്ടും നമ്മൾ തൻ്റെ സ്വരാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിലൂടെയും യോഗബലത്തിലൂടെയും. യോഗബലത്തിലൂടെ തന്നെയാണ് നമ്മൾ പാവനമാകുന്നത്. ബാബ സർവശക്തിവാനാണ്. ആ ഒന്നിൽ നിന്നും ബലം ലഭിക്കുന്നു. നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദം നേടുന്നു. ഇതിൽ യുദ്ധമോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല. മുഴുവനും പവിത്രതയുടെ ബലമാണ്. വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഓർമ്മയുടെ തന്നെ ബലമാണ്. അവിടെ ജോലി കാര്യങ്ങളിൽ പോയപ്പോൾ എല്ലാം മറന്നുപോയി എന്നത് പാടില്ല.
ഇവിടെ മുന്നിലാണെങ്കിൽ ജ്ഞാനസാഗരത്തിന്റെ അലകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നദികളിൽ ആ അലകളില്ല. സാഗരത്തിന്റെ ഒരു അല എത്ര നഷ്ടം വരുത്തുന്നു. എർത്ത് ക്വേക്കും മറ്റും ഉണ്ടാകുമ്പോൾ സാഗരവും ഉയർന്നു വരും. സാഗരത്തെ വറ്റിച്ച് ഭൂമി എടുത്തിരിക്കുന്നു. ആ ഭൂമി പിന്നെ എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, ഈ ബോംബെ തന്നെ ഉണ്ടായിരിക്കില്ല. മുൻപ് ഈ ബോംബെ ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു ഗ്രാമമായിരുന്നു. ഈ മാതാക്കൾ നിഷ്കളങ്കമാണ്. ഇവർ ഇത്രയും പഠിത്തമുള്ളവരല്ല. ഇവിടെയാണെങ്കിൽ പഠിച്ചതെല്ലാം മറക്കേണ്ടതുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നല്ലത്. പഠിത്തമുള്ള മനുഷ്യർ മനസ്സിലാക്കുന്ന സമയത്ത് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെയാണെങ്കിൽ കേവലം ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ദേഹധാരിയായ മനുഷ്യനെ ഓർമ്മിക്കുന്നതിൻ്റെ കാര്യമില്ല. മഹിമ തന്നെ ഒരേ ഒരു പരിധിയില്ലാത്ത പിതാവിൻ്റെതാണ്. നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നതാണ് ഒരു ഭഗവാൻ. പിന്നെ സെക്കൻഡ് നമ്പറിലാണ് ബ്രഹ്മാവ്. ആ ഒന്നിനേക്കാൾ ഉയർന്നത് മറ്റൊന്നില്ല. ഇതിനേക്കാൾ വലിയ വ്യക്തിത്വം മറ്റൊന്നില്ല. എന്നാൽ നടക്കുന്നത് നോക്കൂ, എത്ര സാധാരണമാണ്. എത്ര സാധാരണ രീതിയിലാണ് കുട്ടികളോട് ഒപ്പം ഇരിക്കുന്നത്. ട്രെയിനിൽ പോകുന്നു. ആർക്കെന്തറിയാം ഇതാരാണ്? ഭഗവാൻ വന്ന് ജ്ഞാനം നൽകുന്നു. തീർച്ചയായും പ്രവേശിച്ച് ജ്ഞാനം നൽകുമല്ലോ. അഥവാ കൃഷ്ണനായിരുന്നുവെങ്കിൽ ആൾത്തിരക്കുണ്ടാകുമായിരുന്നു. പിന്നെ പഠിപ്പിക്കുവാനും സാധിക്കില്ല. കേവലം ദർശനം നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ബാബ ഗുപ്തവും സാധാരണവുമായ വേഷത്തിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. നിങ്ങളാണ് ഇൻകോഗ്നിറ്റോ സേന, ഗുപ്തസേന. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ യോഗബലത്തിലൂടെ വീണ്ടും തൻ്റെ രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പഴയ ശരീരം ഉപേക്ഷിച്ചു പോയി പുതിയ വെളുത്ത ശരീരം ധാരണ ചെയ്യും. ഇപ്പോൾ ആസുരീയ സമ്പ്രദായമാണ്, പിന്നെ ദൈവീക സമ്പ്രദായമാകും. ആത്മാവ് പറയുന്നു, നമ്മൾ പുതിയ ലോകത്തിൽ ദേവതാ ശരീരം ധാരണ ചെയ്ത് രാജ്യം ഭരിക്കും. ആത്മാവ് മേലാണ്, ശരീരം പ്രകൃതിയാണ്. ആത്മാവ് സദാ മെയിലാണ്. ബാക്കി കണക്കനുസരിച്ച് മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ ശരീരം ലഭിക്കുന്നു. ഞാൻ അവിനാശി ആത്മാവാണ്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കലിയുഗത്തിൻ്റെ വിനാശവും തീർച്ചയായും ഉണ്ടാകും. വിനാശത്തിൻ്റെ അടയാളങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. അതേ മഹാഭാരത യുദ്ധമാണ്. അപ്പോൾ തീർച്ചയായും ഭഗവാനും ഉണ്ടാകും. ഏത് രൂപത്തിൽ, ഏത് ശരീരത്തിലാണ്, അത് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ തീർത്തും സാധാരണ ശരീരത്തിൽ വരുന്നു എന്ന് പറയുന്നുമുണ്ട്. ഞാൻ കൃഷ്ണന്റെ ശരീരത്തിൽ വരുന്നില്ല. ഈ ഒന്ന് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെയും അന്തിമത്തിൽ വരുന്നു. 84 ജന്മം സൂര്യവംശി കുലത്തിലുള്ളവർ തന്നെയാണ് എടുക്കുന്നത്. അവർ തന്നെയാണ് ആദ്യ നമ്പറിൽ വരുന്നത്. സാകാര്യ വൃക്ഷവും നിരാകാര്യ വൃക്ഷവും രണ്ടിൻ്റെയും മുഴുവൻ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. മൂലവതനത്തിൽ നിന്നും നമ്പർ വൈസായി ആത്മാക്കൾ വരുന്നു. ആദ്യം ദേവീ ദേവതാ ധർമ്മത്തിലെ ആത്മാക്കൾ വരുന്നു. പിന്നെ നമ്പർ വൈസായി മറ്റു ധർമ്മത്തിലുള്ളവർ വരുന്നു. ചിത്രങ്ങളിലെ അറിവ് വളരെ ഉയർന്നതാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുമാരിമാർ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ചില പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കുമ്പോൾ അതിശയമാണല്ലോ. എത്ര പേര് വരുത്തും. ലൗകികവും അലൗകികവും രണ്ടിൻ്റെയും പേര് പ്രശസ്തമാക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സംഗമയുഗത്തിൽ ശ്രേഷ്ഠ കർമ്മം ചെയ്ത് പുരുഷോത്തമരാകണം. കനിഷ്ഠമായി മാറും വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. ഗുപ്തരൂപത്തിൽ ബാബയുടെ സഹായിയായി ഭാരതത്തെ സ്വർഗമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. തൻ്റെ തന്നെ ശരീരം, മനസ്സ്, ധനം കൊണ്ട്
ഭാരതത്തെ സ്വർഗമാക്കണം. ഓർമ്മയുടെയും പവിത്രതയുടെയും ബലം ശേഖരിക്കണം. വരദാനം: തൻ്റെ സമ്പൂർണ്ണ സ്റ്റേജിലൂടെ സർവപ്രകാരത്തിലുമുള്ള അധീനത സമാപ്തമാക്കുന്ന പ്രകൃതി ജീത്തായി ഭവിക്കട്ടെ. എപ്പോഴാണോ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ പ്രകൃതിയുടെയും മേൽ വിജയത്തിൻ്റെ, അതായത് അധികാരത്തിൻ്റെ അനുഭവം ഉണ്ടാകും. സമ്പൂർണ്ണ സ്റ്റേജിൽ യാതൊരു പ്രകാരത്തിലുമുള്ള അധീനത ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള സമ്പൂർണ്ണ സ്റ്റേജ് ഉണ്ടാക്കുന്നതിനായി 3 കാര്യങ്ങൾ ഒരുമിച്ച് ആവശ്യമാണ്. 1. ആത്മീയത. 2. ആത്മീയ ലഹരി. 3. ദയാഹൃദയത്തിൻ്റെ ഗുണം. എപ്പോഴാണോ ഈ 3 കാര്യങ്ങൾ പ്രത്യക്ഷ രൂപത്തിൽ, സ്ഥിതിയിലും മുഖത്തും കർമ്മത്തിലും കാണപ്പെടുന്നത്, അപ്പോൾ അധികാരി അഥവാ പ്രകൃതി ജീതായ ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: ശ്രീമത്തിൻ്റെ കടിഞ്ഞാൺ ശക്തമാണെങ്കിൽ മനസ്സാകുന്ന കുതിര ഓടിപ്പോവുക സാധ്യമല്ല. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രം ആകൂ. അഥവാ ഏതെങ്കിലും അപവിത്രത വൃത്തിയിലോ സ്മൃതിയിലോ സങ്കല്പത്തിലോ ഉണ്ടെങ്കിൽ ബ്രാഹ്മണത്വത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ ഓരോ ചുവടിലും ജാഗ്രതയോടെ ഇരിക്കൂ. വിശേഷതകളോടൊപ്പം അഥവാ ഏതെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ, ഒരു ദൗർബല്യം അനേകം വിശേഷതകളെ സമാപ്തമാക്കുന്നു. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ്ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാപ്ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്. ബാപ്ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്. ബാപ്ദാദയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാപ്ദാദയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു.
ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വിദേഹ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവ് ബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്. പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.